പ്രോഗ്രാം നടന്ന സമയത്ത് ഞാൻ ചെറിയൊരു സംഗതിയാണ് പെർഫോം ചെയ്ത്. ഞാൻ ആക്ച്വലി ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ഒരു വല്ലാത്തൊരു കോലത്തിലാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്നിട്ട് അതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു ഇങ്ങനെ മാജിക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. കാരണം ഒന്നാമത് ഞാൻ അന്ന് മെൻ്റലി കുറേ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പം പിന്നെ എൻ്റെ അപ്പിയറൻസും ഒട്ടും അതിന് സൂട്ടബിൾ അല്ലാത്തൊരു കണ്ടീഷനിലാണ് ഞാൻ എങ്ങനെയാണ് സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ അനൗൺസ് ചെയ്ത് അപ്പം നമ്മുടെ ക്യാപ്റ്റൻ അതുപോലെ ഇവൻ അഖിലോ അവർക്ക് കുറേ പേരുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവന്മാരെല്ലാവരും വിളിച്ച് സ്റ്റേജിൽ കയറ്റി. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഐറ്റം കാണിച്ച് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്തൊരു ലേഡി വന്നിട്ട് ഇതേപോലെ ചോദിച്ചു, ഇതന്നെ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, ഞാൻ ഐ കോൾ ദിസ് പ്യൂർലി ആസ് മാജിക്. പക്ഷെ അതിൻ്റെ അർത്ഥം എവറിത്തിങ് ഹാസ് സീക്രറ്റ്സ്. ഇപ്പം ഇപ്പോൾ ഒരു മെഡിറ്റേറ്റീവ് കണ്ടീഷനിലേക്ക് പോവാന്നുള്ളതിന് അതിന് സീക്രട്ട് ഉണ്ട്, സീക്രട്ട് മെത്തേഡ് ഉണ്ട്. സീക്രട്ട് ഇൻ ദ സെൻസ് എന്താണെന്ന് വെച്ചാൽ അത് അറിയുന്ന അത് തേടി പോകുന്നവർ മാത്രം കിട്ടുന്നൊരു സീക്രട്ട് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ എല്ലാത്തിനും. ഞാനൊരിക്കലും ഒരു അത് തോന്നും. അല്ല, ഇപ്പോൾ ബേസിക് മെഡിറ്റേഷൻ്റെ സംഗതി എന്താ? അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്. അപ്പോൾ പക്ഷേ ഇതിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഡിഫിക്കൽട്ട്. അപ്പോൾ അതേപോലെ ആ ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. അപ്പം സംഗതി ചോദിച്ചു. പക്ഷെ ഞാൻ അതൊരു ഗുഡ് സൈഡിലേക്ക് ആ ചേച്ചീനെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇന്നെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചേച്ചിനെ അവിടെ നിന്ന് അത് എന്താ പറയുക, അത് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഇന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു സംഗതി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അറിവ് വെച്ചിട്ടും എൻ്റെ ഒരു വിഷയം വെച്ചിട്ടും ഇങ്ങനെയൊക്കെയാണ്. ഐ റാദർ ടെൽ യു നോട്ട് ടു സ്പെൻഡ് യുവർ മണി ഓൺ ദാറ്റ്. അത്രമാത്രം പറഞ്ഞ് ഞാൻ നിർത്തി. ഇത് ശരിക്കും അവിടെ അങ്ങനത്തെ ശരിക്കും ഒരു എത്തിക്കൽ ഇത് വേണ്ട ഒരു പ്രൊഫഷൻ കൂടിയല്ലേ മെന്റലിസം. അത് മെന്റലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ പ്യൂർലി അബൌട്ട് എന്റർടൈൻമെന്റ് മാത്രം. മെന്റലിസം എന്ന് നിങ്ങൾ അതിനെ വിളിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്റർടൈൻമെന്റ്. വേറെ എന്താണ് ഇപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഈ ക്യൂസ് ഇത് റീഡ് ചെയ്യുന്ന ഇപ്പൊ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാണ്ട് ഒരു ഇത് കണ്ടില്ലേ, ഒരു സീരീസ് അല്ലേ, അതിലോൻ എന്തൊക്കെ കാണിക്കുന്നു, അവൻ നടന്ന് കണ്ടുപിടിക്കുകയാണ്. ഒരു രക്ഷയില്ല, അവനോട് മുട്ടാൻ പറ്റാത്ത റേഞ്ചിലാവും കളിക്കുന്നത്. അതെന്താണപ്പോ? അതിന് ഞാൻ വേറെ സംഗതി പറഞ്ഞല്ലോ. പണ്ട് ക്ലോണിംഗ് എന്ന് പറഞ്ഞ സംഗതി ഒന്നില്ലേ, ഈ ക്ലോണിംഗ് എന്ന് പറഞ്ഞ സംഗതി വന്ന സമയത്ത് പല ശാസ്ത്രജ്ഞന്മാരും ഈ ക്ലോൺ ചെയ്തുകൊണ്ട് പല സംഗതികളും കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് ഒരു പത്രത്തിൽ എങ്ങാണ്ടോ ഒരു ആഡ് എന്തോ ചെയ്യണ്ടായി. ലൈക്ക് ഇവർ സർവേ എടുക്കുകയാണ് എന്തൊക്കെ ക്ലോൺ ചെയ്യണം, ആരൊക്കെ ക്ലോൺ ചെയ്യണമെന്ന്. അപ്പോൾ ഒബ്വിയസ്ലി അന്ന് ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് വന്ന രസകരമായ 2 പേരുകൾ, ഒന്ന് ഡ്രാക്കുളയായിരുന്നു, ഒന്ന് ഷെർലക് ഹോംസും. ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാല് ഇത് രണ്ടും ഫിക്ഷനാണ്. ഇങ്ങനെ 2 ആൾക്കാർ ലോകത്തില്ല. ഇതൊരു കഥാകൃത്ത് എഴുതിയ 2 പേര് മാത്രമാണ്. ഓഫ്കോഴ്സ് ഡ്രാക്കുള ചക്രവർത്തി ഉണ്ട്, പക്ഷെ പുള്ളിക്കാരൻ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള മറ്റേ വാമ്പയർ കൈൻഡ് ഓഫ് സംഗതി ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഈ കഥകളിലൊക്കെ കാണുന്ന ഈ ഡ്രാക്കുള എന്ന് പറഞ്ഞ സംഗതിനെ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഷെർലക് ഹോംസ് പറഞ്ഞ സീരീസിലാണെങ്കിലും അതൊന്നും നമുക്ക് 100% നമുക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും നടക്കില്ല. റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ നടക്കില്ല. പിന്നെ ഹൈപ്പർ അവയർനെസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. ഇങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനും 100% ഹൈപ്പർ അവയർനെസ്സിൽ ജീവിക്കാനൊന്നും പറ്റില്ല. ഫുൾ ഒബ്സർവ് ചെയ്തൊന്നും പറ്റില്ല നമുക്ക്. പിന്നെ നമുക്ക് കുറേയൊക്കെ ട്രെയിൻ ചെയ്തിട്ടും പിന്നെ ഹാബിച്വൽ ഒക്കെ ചിലർ അങ്ങനെ വരാറുണ്ട്. മനസ്സിലായി, അവരെ എന്താണ് നാച്ചുറലി അതിലേക്ക് എത്തും. പിന്നെ ട്രെയിൻ ചെയ്ത് എത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പലരും ട്രെയിൻ ചെയ്ത് അങ്ങനെയുള്ള ഇപ്പൊ തിരിച്ചാലോചിച്ച് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഇപ്പൊ ഡേറ്റ് പറഞ്ഞു കൊടുത്താല്
ഇപ്പോൾ അയാൾ ജനിച്ചപ്പോൾ മുതൽ അയാൾ പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ പത്രം വായിക്കുന്നതിൻ്റെ ഡേറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ ഇറങ്ങിയ മനോരമ പേപ്പറിൻ്റെ ഹെഡിങ് എന്തായിരുന്നു പുള്ളി പറഞ്ഞുതരും. അത് ഭയങ്കര സ്കില്ല. ആദ്യം പുള്ളി എനിക്ക് കാണിച്ചു തന്നത് ഇങ്ങനെ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് പുള്ളി മെമ്മറൈസ് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ പറഞ്ഞു ഏത് ഡേറ്റ് പറഞ്ഞാലും ഞാൻ അതിൻ്റെ ഡേ എന്താന്ന് പറയാന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ നമ്മൾ മാത്സിന് സ്കില്ല വിചാരിച്ചു. പക്ഷെ പുള്ളി അല്ല, പുള്ളി ലിറ്ററലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് വായിച്ച സംഗതികളൊക്കെ ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ ട്രെയിനിങ്. എങ്ങനെ ട്രെയിൻ ചെയ്യാ? ഇപ്പൊ മെന്റലിസം പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇതിനിങ്ങനെ ഒരു കറക്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലാതെ ഒരാളായിക്കാണ് ഇറങ്ങുമ്പോ എങ്ങനെയാണ് ശരിക്കും ഇത് ഇതാക്കേണ്ടത്? ബുക്കുകൾ പുറത്തുനിന്ന് എടുത്തിട്ട് പഠിച്ചിട്ടാണോ ചെയ്യാ? സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു വഴി അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആദി, അതുപോലെ ഇപ്പം നമ്മുടെ നിപിൻ, അതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ഫേമസ് ന്യൂസ് ഇപ്പോൾ അനന്തും, ഇവന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആരും എനിക്ക് തോന്നുന്നില്ല വിൽ ഗിവ് യു ദിസ് ഡയറക്ഷൻ, ഇത് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാലും മെൻ്റലിസ്റ്റ്. കാരണം ഇനിയിപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ they were all magicians at some point of their life. So they were doing magic for a very long time. അതിനുശേഷം ഒരു ബ്രാഞ്ച് അവർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇല്യൂഷനിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കാർഡിസ്റ്റ് ആവാം. സോ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഏരിയാസ് ടു ഡു മാജിക്. അപ്പോൾ അതിൽ ഒരു ഏരിയയാണ് മെൻ്റലിസം. അപ്പോൾ അത് ഇങ്ങോട്ട് ചൂസ് ചെയ്തേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് റിയലി ഒരു താല്പര്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയണം എന്ന് വെച്ചാൽ അത് സ്വന്തമായിട്ട് അറിയണം. നമ്മൾ കാണുന്ന ഈ ഒരു മജയല്ല, അതിൻ്റെ ബാക്കിൽ ഒരുപാട് റിസർച്ചും ഒരുപാട് എന്താ പറയുക പ്രോസസ്സും ഉണ്ട് അതിൽ. ആൻഡ് വൺസ് യു ഗെറ്റ് എ ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക്, ഒരു സീക്രട്ട്, അതിനെ വെച്ചിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു മാജിക് ശരിക്കും നമ്മളതായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ കൊണ്ടുവരും. അത് നമ്മൾ അതിലങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിൽ കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ സംഗതികൾ നമ്മൾ എത്തും. അപ്പോൾ അതിന് നമുക്കൊരു വില്ലിങ്നെസ് വേണം, അതിനു വേണ്ടി നമുക്കൊരു ഓപ്പൺ മൈൻഡ് വേണം. അതിലേക്ക് നമ്മൾ എഫേർട്ട് ഇടണം, നന്നായിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ തന്നതുമായിട്ടുള്ള ഒരു ഷോ ഉണ്ട്. ഡീമോട്ടിവേഷനായി, ഭയങ്കര ഡീമോട്ടിവേഷനായി. അത് നമ്മുടെ ജോഷുവ ജെ എന്ന് പറഞ്ഞ മജീഷ്യൻ്റെ 6 ഇമ്പോസിബിൾ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. അമ്മേ, അതിൽ പുള്ളിക്കാരൻ ചെയ്യുന്ന 1-2 എഫക്ട്സ് ഉണ്ട്. സോ ഐ ഡോണ്ട് കെയർ ദ സീക്രട്ട് അറ്റ് ഓൾ. ഓക്കെ, അത് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് പുള്ളി കൊണ്ടുവന്നത്, ഓ മാൻ, ഞാനത് പല വട്ടം കണ്ട്. അതില് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് അതിലുണ്ട്. ഡീമോട്ടിവേറ്റഡ് ആയത് എന്തുകൊണ്ടാന്ന് കൂടി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് അറൗണ്ട് എന്തായാലും 10 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ആലോചിച്ചില്ല എന്ന് ഞാൻ ആലോചിച്ചു. എന്തുകൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഐഡിയ ഒന്നും വന്നില്ല? കാരണം കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബോക്സ്. ആ ഷോ ഇറ്റ് സെൽഫ് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ്. സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു ക്ലോസർ ആണ് ഇതിന്റെ ഓപ്പണിങ്. അതായത് നമുക്ക് പല ഘട്ടമുണ്ട്, കാണാൻ പറ്റും. അത് എവിടെ ഓൺലൈൻ ഏതോ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അത് അതല്ലെങ്കിൽ മറ്റേ ഷോ ആണെങ്കിൽ നമുക്ക് മാജിക്കിന്റെ നമുക്ക് കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിൽ ഷോ കാണാൻ പറ്റും. 6 ഇമ്പോസിബിൾ തിങ്സ് ബൈ ജോഷുവ ജെ. പുള്ളിയെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ബാംഗ്ലൂർ പോയി. ഒരു പ്രാവശ്യം പുള്ളി ബാംഗ്ലൂർ വന്ന സമയത്ത് പുള്ളിൻ്റെ കൂടെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ കാര്യം, നിങ്ങൾ എന്നെ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര ഞെട്ടി.
കാരണം ഈ ഷോക്കിന് ശേഷം പുള്ളിയുടെ ലെക്ചറൊക്കെ ഉണ്ടായിരുന്നു. ആ, അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിലെ ടോപ്പ് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അന്ന്. അന്ന് നമ്മുടെ മൂർത്തി സാറുണ്ട്, ഈ പറഞ്ഞ പോലെ ആദിയുണ്ട്, രാകേഷ് ശ്യാമുണ്ട്, ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പം പുള്ളി ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ സാധനം കണ്ടിട്ട് എനിക്ക് പിന്നെ 2-3 ദിവസം എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെയുള്ള മജീഷ്യൻസ് ഒന്നും നമുക്ക് അത്ര എക്സ്പോഷർ കിട്ടുന്നില്ല. പിന്നെയും നമുക്ക് ഇപ്പോൾ ഈ ടോപ്പ് റേഞ്ചുള്ള ആൾക്കാരുടെ അടുത്താണ് പിന്നെയും പ്രതീക്ഷ. അവർ ഇപ്പോൾ സ്വന്തമായിട്ട് ഷോസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊക്കെ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് അതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഇങ്ങേരുടെ ഈ ഷോ കണ്ടപ്പോൾ ദൈവമേ ഇങ്ങനെ ഒരു സാധനം എന്തുകൊണ്ട് അത് നമ്മൾ ആലോചിച്ച് അതിലേക്ക് എത്തിയില്ല. അതിനുശേഷം ഞാൻ 1-2 മജീഷ്യൻസിന് വിളിച്ചു. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, മറ്റേ ആലുവയിൽ നിന്നുള്ള മിസ്റ്റർ മജീഷ്യൻ ആനസ്, വെരി സ്കിൽഡ് പേഴ്സൺ. ഞാൻ ആലോചിച്ചു